പുതിയ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രീലങ്കൻ പ്രസിഡന്റിനെ നരേന്ദ്രമോദി ക്ഷണിച്ചുവെന്ന് വാർത്ത. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നരേന്ദ്രമോദി നാഗ്പൂർ സന്ദർശിക്കും. ഇടഞ്ഞു നിൽക്കുന്ന RSS നേതൃത്വത്തെ അനുനയിപ്പിക്കാനാണ് നരേന്ദ്രമോദിയുടെ പുതിയ നീക്കം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ 2 തവണയും നരേന്ദ്രമോദി ചുമതലയേറ്റപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യരാജ്യങ്ങളെയാണ് അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയത്. കഴിഞ്ഞ തവണ ബീംസ്റ്റെക്കിന്റെ നേതാക്കളെ ആയിരുന്നു അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയത്. ഇത്തവണ ശ്രീലങ്കൻ പ്രസിഡന്റിനെ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. റെനിൽ വിക്രമസിംഗെ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ ചൈനയുമായിട്ട് അല്ലെങ്കിൽ ചൈനയുടെ ഏറ്റവും അടുത്ത പങ്കാളി എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രീലങ്ക പ്രവർത്തിച്ചു വന്നിരുന്നത്. ചൈന ശ്രീലങ്കയിൽ വലിയ രീതിയിലുള്ള മുതൽ മുടക്കം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അത് ശ്രീലങ്കയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ഇന്ത്യയുടെ കൂട്ടത്തിൽ നിന്ന് മാറാനായിട്ട് ശ്രീലങ്ക കാട്ടിയ ആ ഒരു അമിത താല്പര്യം ശ്രീലങ്കയ്ക്ക് തന്നെ അബദ്ധമായി എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. നയതന്ത്രപരമായി മാത്രമല്ല, പ്രതിരോധപരമായിട്ട് ഇന്ത്യക്ക് ഈ ശ്രീലങ്കയിൽ ചൈന കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്ന വലിയ വെല്ലുവിളിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ശ്രീലങ്കൻ പ്രസിഡന്റിനെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിരിക്കുന്നത്. അതിന് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റു ചില രാഷ്ട്ര തലവന്മാരെ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് 8-ാം തീയതി തന്നെ നടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തതാണ്. 7-ാം തീയതി NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ആ യോഗത്തിൽ നരേന്ദ്രമോദിയെ പുതിയ MP-മാർ, NDAയുടെ MP-മാർ സഭാ നേതാവായിട്ട് തെരഞ്ഞെടുക്കും. തുടർന്നായിരിക്കും അദ്ദേഹം രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിന് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നതിന്റെ അത്ര സീറ്റൊന്നും കിട്ടിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിട്ട് BJP പ്രാഥമികമായിട്ട് വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം RSSന്റെ ഭാഗത്ത് നിന്ന് പല മേഖലകളിലും വേണ്ടത്ര സഹായം ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് RSSന്റെ ഈ നിസ്സംഗതയുടെ കാരണം എന്നത് BJP നേതൃത്വത്തിന് നന്നായി അറിയുകയും ചെയ്യാം. അവർ മുന്നോട്ട് വെച്ച പല പേരുകളും അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, RSS നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്ന പല ആവശ്യങ്ങളും ഇതുവരെയും കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയും ചെയ്തിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന RSS എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന RSS, ജമാഅത്തെ ഇസ്ലാമി എന്നീ 2 സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാരായിരിക്കാൻ അർഹതയില്ല എന്ന വ്യവസ്ഥയിൽ നിന്ന് RSS എന്നത് എടുത്തു മാറ്റണം എന്ന RSSന്റെ ആവശ്യം അത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ സാധിച്ചു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അതടക്കമുള്ള വിഷയങ്ങളിൽ RSS സമ്മർദ്ദം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന് അത് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ 100ാമത്തെ RSSന്റെ സ്ഥാപക വർഷമാണ് വരുന്നത്. അടുത്ത 2025 അത് ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതും RSSന് അവരാവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നൽകിയും അവരെ ഒപ്പം നിർത്താനായിട്ടുള്ള ശ്രമമായിരിക്കും നരേന്ദ്രമോദി നടത്തുക. അദ്ദേഹം നാഗ്പൂർ സന്ദർശിക്കും. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് തുടർച്ചയായിട്ടായിരിക്കും അദ്ദേഹം നാഗ്പൂർ സന്ദർശിക്കുക. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ടും അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അനന്തൂസ് നാഗൽ, വിദ്യാർത്ഥികളായതുകൊണ്ടാണോ പ്രതികരിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഇലക്ഷൻ SPOമാർക്കുള്ള റെമ്യൂണറേഷൻ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇത്രയും കാലം കഴിഞ്ഞിട്ടും SPOമാർക്ക് റെമ്യൂണറേഷൻ കിട്ടിയില്ല എന്നാണ് പല സുഹൃത്തുക്കളും യൂട്യൂബിൽ പരാതി പറയുന്നത്. ഈ പരാതി അർഹത ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.